കാരശ്ശേരി മാഷ് ഏത് ചർച്ചയിലും എവിടെയും ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. ഏതൊരു വ്യക്തിക്കും വിമർശിക്കാനും തെറ്റാണെങ്കിൽ അത് പറയാനുമുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് എല്ലായിടത്തും വാദിക്കുന്ന ഒരു ജനാധിപത്യ ബോധമുള്ള പൗരനാണ്. വീഡിയോ കാണാം. വേറെ ഒന്നുള്ള എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയില്ല, അദ്ദേഹം കഠിനമായി അധ്വാനിക്കുമെന്നും സത്യസന്ധനാണ് എന്നും. സിസ്റ്റത്തിനനുസരിച്ചാണെങ്കിൽ ആ ഡോക്ടർ പുറത്തേക്ക് പറയാൻ പാടില്ല. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കിടന്നാണല്ലോ പ്രശ്നമായത്. അല്ല സ്മൃതി, ഇത് ജനാധിപത്യമല്ലേ? നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ ഭരണഘടന ഉറപ്പാക്കിയ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ? അപ്പോൾ അദ്ദേഹം ഇതുവരെ ഒന്നും മിണ്ടാത്ത ഒരാളല്ല അദ്ദേഹം. ഇത്ര വലിയൊരു മനുഷ്യനെ പറ്റി നമുക്ക് ഇങ്ങനെയൊക്കെ ബഹുമാനം പറയാ എന്നല്ലാതെ അദ്ദേഹത്തെ വിമർശിക്കാൻ ഒരു അവസരം വരുന്നത് തന്നെ വളരെ മോശമാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ സർക്കാരിന്റെ അനാസ്ഥയെ ചോദ്യം ചെയ്തു വന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം പബ്ലിക്കായി വന്നിട്ട് സർക്കാരിന്റെ ന്യൂനതകളെ ഉയർത്തിക്കാണിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ സൈബർ ഇടങ്ങളിൽ വിമർശിച്ചുകൊണ്ടേയിരുന്നു, പലരും അനുകൂലിച്ചു. അപ്പോൾ അതിന്റെ ഒരു ചർച്ചയിൽ നമ്മുടെ കാരശ്ശേരി മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, അദ്ദേഹത്തിന് ഒരു കാര്യം പറയാനുള്ള അവകാശമില്ലേ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്ന സമയം റിപ്പോർട്ടർ ചാനലിന്റെ അവതാരിക അവിടുന്ന് പറയുന്നുണ്ട്, ഹാരിസ് ചിറക്കൽ വിമർശിച്ചത് ശരിയാണ്, പക്ഷേ അത് സിസ്റ്റത്തിനപ്പുറത്ത് നിന്നാണ് വിമർശിച്ചത് എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത്, നമ്മുടെ കാരശ്ശേരി മാഷ് പറയുന്നത്, നോ നോ നോ, ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുള്ള നാടാണ്, ആർക്കും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ തടയാൻ അവകാശമില്ല, വിമർശിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ പ്രശ്നം അതല്ല. കാരശ്ശേരി മാഷിന് ഒരു പ്രത്യേക വിഭാഗം എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ഈ ജനാധിപത്യ മൂല്യമൊന്നുമില്ല. ആരാ അഭിപ്രായം പറയാൻ അവര് എന്നാണ് കാരശ്ശേരി മാഷിന്റെ ചോദ്യം. അവർ പറയാം, അത് അവരാരാണ്, അവരുടെ ആര് ചർച്ച ചെയ്യണമെന്ന് ഈ പറയുന്നത്, അല്ലാതെ ഇവരാരാണ്, പുരോഹിതന്മാരാരാണ്? അവർക്ക് ഇതിൽ വർത്തമാനം പറയാൻ തന്നെ അവകാശമല്ല. അവർ വർത്തമാനം ഉണ്ടാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവർ പറയുന്ന അസംബന്ധമാണ്. അതായത് അവർക്ക് സ്വന്തം ചാനലുണ്ട്, അല്ലെ യൂട്യൂബ് ഉണ്ട്, അല്ലെ ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെ വാട്സപ്പ് ഉണ്ട്, അതിലൊക്കെ ഇത് അഭിപ്രായം പറയേണ്ടതല്ല. ഇതിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു വകുപ്പും ഒരു പുരോഹിതനുമില്ല. അത് നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ ഗവൺമെന്റിനെയും നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെയും നിന്ദിക്കുന്ന ഒരു അംശം അതിനകത്തുണ്ട്. അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മുസ്ലിം സംഘടനകൾ, പുരോഹിതന്മാർ അഭിപ്രായം പറയാൻ അവരാരാ? അവർക്ക് ഞാൻ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ പറഞ്ഞാൽ മതി. സർക്കാരിനോടൊന്ന് അഭിപ്രായം പറയാൻ അവരാരുമല്ല. അങ്ങനെ ഇനി അഭിപ്രായം വല്ലതും പറയുകയാണെങ്കിൽ തന്നെ അവർ ഈ പറയുന്ന സർക്കാരിനെ നിന്ദിച്ചു എന്നാണ് കാരശ്ശേരി മാഷിന്റെ ജനാധിപത്യം ഇവിടെ. എന്നാൽ അപ്പുറത്ത് മറ്റൊരാൾ സർക്കാരിനെ നിന്ദിച്ചപ്പോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പറഞ്ഞപ്പോ അത് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം, അത് ഇന്ത്യ അനുവദിക്കുന്നില്ലേ, അത് ചോദ്യം ചെയ്യാൻ ആരാണിവിടെ എന്നാണ് കാരശ്ശേരി മാഷിന്റെ അവിടെയുള്ള ജനാധിപത്യം. ചുരുക്കത്തിൽ കാരശ്ശേരി മാഷിന് രണ്ട് ജനാധിപത്യമുണ്ട്.